Hey, what's up YouTube? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് the two look algorithms in CFOP. So, let's get into the video. So guys, two look OLL നമ്മൾ ആദ്യം മുകളിൽ ക്രോസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ടോപ്പ് ലെയർ മുഴുവനായും യെല്ലോ ആക്കുന്നത്. So, there are 7 cases and let's look at the first one. Okay guys, so this is the first case. ഈ കേസിന് പറയുന്ന പേര് SUNE കേസ് എന്നാണ്. ഈ കേസിൽ നമുക്ക് കാണാം മുകളിൽ വരേണ്ട കളറായ യെല്ലോ എല്ലാ സൈഡുകളിലും റൈറ്റ് സൈഡിലാണ് നമ്മളുടെ നേരെ ഫേസിങ്. ഓക്കെ, ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് ഫേസിങ്, ഇവിടെയും റൈറ്റ് സൈഡിലാണ് ഫേസിങ്, ഇവിടെയും റൈറ്റ് സൈഡിലാണ് ഫേസിങ്. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു കളർ മാത്രം സോൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഈ ക്യൂബ് നമ്മളുടെ ടോപ്പ് ലെഫ്റ്റിൽ പിടിക്കുക. എന്നിട്ട് ഈ ആൽഗോരിതം ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് കേസ്. ഈ കേസിന് പറയുന്ന പേര് ആൻറ്റി സ്യൂൺ എന്നാണ്. നേരത്തെ നമ്മൾ കണ്ട സ്യൂൺ കേസിൽ എല്ലാ കളറുകളും യെല്ലോ നമ്മളുടെ റൈറ്റ് സൈഡിലായിരുന്നു ഫേസിങ്. എന്നാൽ ഈ കേസിൽ എല്ലാ ഫേസുകളിലും നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഫേസിങ്. ഓക്കെ, ഈ ഫേസിലും ലെഫ്റ്റിലാണ്, ഇവിടെയും ലെഫ്റ്റിലാണ്, ഇവിടെയും ലെഫ്റ്റിലാണ്. സോ ഈ കേസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് സോൾഡ് ആയിട്ടുള്ള ക്യൂബ് നമ്മളുടെ ടോപ്പ് റൈറ്റിൽ പിടിക്കുക, ഈ പൊസിഷനിൽ പിടിക്കുക. എന്നിട്ട് ഈ ആൽഗോരിതം ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് കേസ്. ഈ കേസിനെ പറയുന്ന പേര് ട്വിൻ ഹെഡ്ലൈറ്റ് കേസ് എന്നാണ്. ഈ കേസിന് അങ്ങനെ പറയാൻ കാരണം ഹെഡ്ലൈറ്റ്സ് എന്ന പേര് വരാൻ കാരണം തന്നെ ഈ ഒരു പാറ്റേൺ ആണ്. ഇവിടെ നമുക്ക് കാണാം മുകളിൽ വരേണ്ട കളറായ യെല്ലോ രണ്ട് സൈഡുകളിലും നമ്മളുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മളുടെ നേരെ ഫേസിങ് ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഹെഡ്ലൈറ്റ്സ്. ദിസ് പാറ്റേൺ ഇസ് നോൺ ആസ് ഹെഡ്ലൈറ്റ്സ്. ഓക്കെ, ഈ കേസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഹെഡ്ലൈറ്റുകളെ നമ്മളുടെ നേരെ ഫേസിംഗ് ആക്കി പിടിക്കുക, ഈ ഒരു രീതിയിൽ പിടിക്കുക. അതിനുശേഷം ഈ ആൽഗോരിതം ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫോർത്ത് കേസ്. ഈ കേസിന് പറയുന്ന പേര് ദ ഡയഗണൽ കേസ് എന്നാണ്. ഇവിടെ നമുക്ക് കാണാം രണ്ട് ക്യൂബുകൾ മാത്രം ഡയഗണലി സോൾവ്ഡ് അല്ല, എന്നാൽ രണ്ട് ക്യൂബുകൾ ഡയഗണലി സോൾവ്ഡ് ആണ്. ഓക്കെ, ഈ കേസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിൽ ഫേസിംഗ് ആയിട്ടുള്ള യെല്ലോ ക്യൂബ് അത് നമ്മളുടെ നേരെ ഫേസിംഗ് ആക്കി പിടിക്കുക. സോ ഇതാണ് നമ്മളുടെ റൈറ്റ് സൈഡിൽ ഫേസിംഗ് ആയിട്ടുള്ള ക്യൂബ്, ഇത് നമ്മളുടെ നേരെ പിടിക്കുക. അതിനുശേഷം ഈ ആൽഗോരിതം ചെയ്യാം. സോ ഈ കേസിന് പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ് കേസ്. ഈ കേസിന് അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമുക്ക് കാണാം നേരത്തെ നമ്മൾ കണ്ട പോലെ ഈ ഒരു ഷേപ്പിന് പറയുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. കാരണം ഈ രണ്ട് അൺസോൾവ്ഡ് ആയിട്ടുള്ള ക്യൂബുകളും നമ്മളുടെ ഒരു ക്യൂബ് നമ്മളുടെ നേരെ ഫേസിംഗ് ആണെങ്കിൽ മറ്റൊരു ക്യൂബ് നമ്മളുടെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഫേസിങ്. ഓക്കെ, ഈ ഡയറക്ഷനിൽ മറ്റൊരു ക്യൂബ് ഈ ഡയറക്ഷനിൽ. സോ ദിസ് ഇസ് കോൾഡ് ദി ഇൻഡിക്കേറ്റേഴ്സ് കേസ്. ഈ കേസ് സോൾവ് ചെയ്യുന്നത് വിധം നമ്മൾ ആദ്യം നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഫേസിംഗ് ആയിട്ടുള്ള ക്യൂബ് നമ്മളുടെ നേരെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ആൽഗോരിതം ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സിക്സ്ത് കേസ്. ഈ കേസിനെ പറയുന്നത് കാർ കേസ് എന്നാണ്. ഈ കേസിന് അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമുക്ക് കാണാം നമ്മൾ നേരത്തെ കണ്ട ഹെഡ്ലൈറ്റ്സ് ഇസ് പ്രസൻറ്റ്, തൊട്ടു മുന്നേ കണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഇസ് ഓൾസോ പ്രസൻറ്റ്. സോ ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഹാസ് ഹെഡ്ലൈറ്റ്സ് ആൻഡ് ഓൾസോ ഇൻഡിക്കേറ്റേഴ്സ്. ഹെഡ്ലൈറ്റും ഉണ്ട്, ഇൻഡിക്കേറ്ററും ഉണ്ട്. സോ ദിസ് കേസ് ഇസ് കോൾഡ് ദി കാർ കേസ്. ഓക്കെ, സോ ഈ കേസ് സോൾവ് ചെയ്യുന്നത് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സിൽ ഒരെണ്ണത്തിനെ നമ്മളുടെ റൈറ്റ് സൈഡിൽ ഫേസിംഗ് ആയിട്ടുള്ള ഇതിനെ നമ്മളുടെ നേരെ ഫേസിംഗ് ആക്കി പിടിക്കാം. അതിനുശേഷം ഈ ആൽഗോരിതം ചെയ്യാം. So
ദിസ് ഇസ് അവർ ലാസ്റ്റ് കേസ്. ഈ കേസിന് പറയുന്നത് പേര് ഹെഡ്ലൈറ്റ്സ് ഓൺലി കേസ് എന്നാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഹെഡ്ലൈറ്റ്സ് മാത്രമേ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളൂ, അതും സിംഗിൾ ഹെഡ്ലൈറ്റ്സ്. സോ ഈ കേസ് സോൾവ് ചെയ്യുന്നത് നമ്മളുടെ ഹെഡ്ലൈറ്റ്സിനെ തന്നെ നമ്മളുടെ നേരെ ഫേസിംഗ് ആക്കി പിടിക്കുക, അതിനുശേഷം ഈ ആൽഗോരിതം ചെയ്യാം. സോ ഗൈസ്, നമ്മളിപ്പോൾ 2 ലുക്ക് OLL ആൽഗോരിതംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ദി ഫസ്റ്റ് വൺ വാസ് SUNE, സെക്കൻഡ് വൺ anti-SUNE, third one twin headlights, fourth one diagonal, fifth one was indicators, sixth one was car, and the seventh one, the last one was, yes, that's it, headlight, single headlight case. So if you are new to this channel, please hit that subscribe button, and ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഈ വീഡിയോനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റിലിടുക. പാരലാക്സ് ക്യൂബിങ്ങിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പാരലാക്സ് ക്യൂബിങ്ങിൻ്റെ തന്നെ മറ്റൊരു ചാനലായ പാരലാക്സ് ടെക്സ് എന്ന ചാനൽ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഗൈസ്, ഇറ്റ്സ് മീ ഹൃതികേഷ് സൈനിങ് ഓഫ് ഫ്രം പാരലാക്സ് ക്യൂബിങ്.